ഞാൻ വന്നതുകൊണ്ടാണോ അകത്തേറെ ഒളിച്ചിരുന്നത്? നിന്നെ ഒളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇവൻ പറയുമായിരുന്നു എന്റെ ജോലി ഇവന് നിങ്ങൾ വാഗ്ദാനം ചെയ്തു എന്ന്. അതിന് കാരണമുണ്ടല്ലോ. ഇവൻ ആദ്യമായിട്ട് ഈ നാട്ടിൽ വരുന്നത് നിങ്ങളെ പ്രേമിച്ച് വശത്താക്കാൻ വേണ്ടിട്ടാ. മേഘേട്ടനാ ഇവൻ അതിനെ ചുമതലപ്പെടുത്തിയത്. ആ, ഇവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് പോയി. കളഞ്ഞത് എന്നെ അമ്മയാണെന്നൊക്കെയാ പറഞ്ഞത്. ആ വിഷമം തീർക്കാൻ ഇനി ഏട്ടത്തിക്ക് ഒരു കുഞ്ഞുണ്ടായിക്കോട്ടെ എന്ന് ഇവൻ കരുതിയോ? അതിന്റെ സമ്മാനമായിട്ടാണോ ഇവന് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തത്? നിർത്തടാ. ഇനി ആ രീതിയിലൊക്കെ സംസാരിച്ചാല് വിഷുവായിട്ട് എന്റെ കൈയുടെ ചൂട് നീ അറിയും. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങളെ മൊത്തത്തിൽ അറിഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നത്. കുറച്ച് ദിവസമായി എന്റെ ഈ യാത്ര തുടങ്ങിയിട്ട്. എന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ കടന്നുകൂടിയപ്പോ വീട്ടിലൊരുത്തിയുണ്ട്, നിങ്ങളെ രണ്ടാനച്ഛന്റെ മോള്. അവളും സ്വന്തം അമ്മയും പോലും എന്നെ ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞു, തലച്ചോറ് വികസിക്കാത്തവനാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇയാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ കണ്ണേട്ടിനെ ഏട്ടത്തെയൊക്കെ ദൈവങ്ങളെ പോലെ സ്നേഹിച്ചേനെ. അതുപോലെ തന്നെ ഇപ്പൊ സാഗരേട്ടിനെ ഏട്ടത്തെയും ചേർത്ത് ചില കഥകൾ പറഞ്ഞുണ്ടാക്കിയല്ലോ, അതൊന്നും തന്റെ നോവല് വരത്തില്ലായിരുന്നു. ഇവരുണ്ടല്ലോ ഓടിച്ച കള്ളിയാ, നല്ല നയമുള്ള ഒരു കള്ളി. ഞാനും കണ്ണേട്ടും കൂടെ പെണ്ണ് കാണാൻ ഇവരുടെ വീട്ടിൽ ചെന്ന ശേഷം പിന്നെ സൈലന്റ് ആയിട്ടായിരുന്നു ഇവരുടെ ഓരോ നീക്കവും. വീൽ ചെയറിലിരിക്കുന്ന കണ്ണേട്ടന് സ്വന്തം പരിമിതികൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ ബന്ധം വേണ്ടാന്ന് പോലും കണ്ണേട്ടൻ പറഞ്ഞതാ. അത് പറയാനായിട്ട് ഇവരുടെ വീട്ടിൽ പോയതാ. ആ സമയത്ത് എല്ലാരെയും അത്ഭുതപ്പെടുത്തിയിട്ടാ ഇവര് പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ സാരമില്ല, ഇവർക്ക് കണ്ണേട്ടനെ മതിയെന്ന്. അപ്പൊ തന്നെ കിട്ടി പാരിതോഷികം. 101 പവനാ അതിന് കണ്ണേട്ടൻ കൊണ്ട് കൊടുത്തത്. ആ 101 പവനും ഇപ്പൊ ലോക്കറിലുണ്ട്. കണ്ണേട്ടൻ തന്ന സ്വർണത്തിന്റെ ഒരു അംശം പോലും ഞാൻ എന്റെ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ടേ ഇല്ല. ആ, ഇനി എടുക്കാലോ. സ്വർണം മാത്രല്ലല്ലോ, സ്വത്തിന്റെ പകുതിയും കിട്ടിയില്ലേ? കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈനിങ് അതോറിറ്റിയൊക്കെ നിങ്ങൾക്കാണെന്നാ കണ്ണേട്ടൻ പറയുന്നത്. ഞാൻ ഫൈനാൻസിയസിൽ പോയപ്പോ പോലും എനിക്കവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നീ ഇപ്പൊ പറഞ്ഞല്ലോ മഹി കള്ളിയാണെന്ന്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീയൊരു കാട്ടുകളനാ. അതുകൊണ്ടാ നിന്നെ ഫിനാൻസിയേഴ്സിൽ നിന്നും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നൊക്കെ മഹി പുറത്താക്കിയത്. പുറത്താക്കിയാലെന്താ? ഇപ്പൊ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങില്ലേ? അത് ഇവൻ മാത്രമല്ല, ഇവന്റെ അമ്മാവനും കോമയിൽ കിടക്കുന്ന മേഘനും ഒക്കെ കിട്ടുന്നുണ്ട് മാസാമാസം അവിടെ നിന്ന് കിട്ടാനുള്ളത്. അങ്ങനെ കിട്ടിയാലുവേ കമ്പനിക്ക് ലാഭമല്ലേ ചേച്ചി. ഈ 3 എണ്ണം പടി ഇറങ്ങി പോയതോടെ കമ്പനി നന്നായിട്ടാ പോകുന്നേ. ഇവർക്ക് 3 പേർക്കും ശമ്പളം കൊടുത്താലും കമ്പനി ലാഭത്തില്ല. ആ കമ്പനി നിലനിർത്താനായിട്ടെ ഞാനും അമ്മാവനും മേക്കേണ്ടൊക്കെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നീയും നിന്റെ അമ്മാവനും മേഘനും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് എന്താ പ്രയോജനം? 3 ആളും പിശുക്കന്മാരാ. ഇയാളാ പിശുക്കന്റെ രാജാവ്. ഇന്ന് വരെ വീട്ടിലേക്കെന്നും പറഞ്ഞു ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ചെലവ് കൂടിയെന്നും ഭാര്യ ഉണ്ടെന്നും പറയാം. അതിന് മുമ്പ് പോലും ദേ എന്റെ അനിയത്തിക്കൊരു ഡ്രസ് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അമ്മയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം കണ്ണിട്ടൻ തന്നെയാ ചെയ്തോണ്ടിരുന്നത്. അതിനെന്താ, ഇപ്പൊ നിനക്ക് നിന്റെ ഭർത്താവിനും ഡ്രസ്സും ജോലിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ദേ ഈ ഡ്രസ്സ് പോലും കണ്ണേട്ടന്റെ സംഭാവന ആയിരിക്കുമല്ലോ. കണ്ണേട്ടന്റെ സംഭാവനയോ? അതിന് കണ്ണേട്ടനും ഞാനും തമ്മിൽ ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അതെ, ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. നിങ്ങൾ എല്ലാവരും പരിശുദ്ധരാ.